അല്ലേ നിൽക്കാൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ ചെറിയൊരു നാണ്. അങ്ങനെ ഞങ്ങൾ മഹാറാണി വെഡ്ഡിങ് കളക്ഷൻസിലെത്തി. ഇഷ്ടം പോലെ ഡ്രസ്സ് ഉണ്ടായിരുന്നു അവിടെ. പക്ഷേ ഞങ്ങൾക്ക് ആദ്യം തന്നെ എൻ്റെ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടുകൊണ്ട് അധികം സെലക്ട് ചെയ്യാൻ ടൈം എടുക്കേണ്ടി വന്നില്ല. ഇതല്ലാത്ത ഡ്രസ്സ് വേറെയാണ്. പിന്നെ ഞങ്ങൾ ജ്വല്ലറി സെലക്ട് ചെയ്തു, അത് കഴിഞ്ഞ് ചെരുപ്പ് സെലക്ട് ചെയ്തു. അപ്പോൾ ബ്രൈഡ്സ് ആൻഡ് ഗ്രൂംസ് പേര് എഴുതി. അത് കഴിഞ്ഞ് ഇതാണ് ഡ്രസ്സ്. അപ്പോൾ ഡ്രസ്സിന് ഇഷ്ടം പോലെ പൈസ കൊടുത്തുകൊണ്ട് മമ്മി ഒരു ചായയൊക്കെ കുടിച്ച് അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ വീടെത്തി ഗൈസ്. അങ്ങനെ ആകെ ക്ഷീണം. അപ്പോൾ ഈ ഒരു വിഷയത്തിനെ കുറിച്ചിട്ട്, അതായത് ഒരു പ്രത്യേക ഒരു വിഷയത്തിനെ കുറിച്ചിട്ട് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു വ്യക്തിയെ കുറിച്ചിട്ട് എല്ലാവർക്കും അറിയാമായിരിക്കും. ഫസ്മിന സക്കീർ എന്ന് പറയുന്ന ആ പെൺകുട്ടിയെ അറിയാത്തവരായിട്ട് ആരുമുണ്ടാകില്ല. ഒരുപാട് വീഡിയോസ് നമ്മൾ ഇതിനു മുമ്പ് ഫസ്മിനയെ പറ്റിയിട്ട് മുമ്പും ചെയ്തിട്ടുണ്ടായിരുന്നു. ധാരാളം കോൺട്രവേഴ്സീസിലും പ്രശ്നങ്ങളിലുമൊക്കെ പെട്ട് മുമ്പോട്ട് പോയിരുന്ന ഫസ്മിനയ്ക്ക് ജീവിതത്തിൽ ഒരു മഹത്തായിട്ടുള്ള ഒരു മുഹൂർത്തം വന്ന് കയറിയത്. അതെന്താണ്? ഫസ്മിനയുടെ നിക്കാഹ്. അപ്പോൾ ഫസ്മിനയെക്കുറിച്ച് പറയുമ്പോഴേക്കും ഒരു കാര്യം എടുത്ത് പറയേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ പലർക്കും അറിയാമായിരിക്കും, കേട്ടിട്ടുണ്ടാവും. ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്ന അതാരാണ് ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത്? അതായത് ഒരു കൂട്ടർ ഇവരെ വിളിക്കുന്ന പേരാണ് ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത്. അപ്പോൾ അവർക്കാകട്ടെ ഒരു സമൂഹത്തിനോട് പ്രത്യേക ഉത്തരവാദിത്വവും കടമകളും ഒക്കെ നിർവഹിക്കേണ്ടി വരുന്ന ആളുകളാണ് ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറി. അപ്പോൾ ഈ അടുത്ത് തന്നെ ഇതിൽ ഈ ഒരു വിഷയം സംസാരിക്കണം എന്ന് വിചാരിച്ചത്. ഫസ്മിനയുടെ കുറേ വീഡിയോസൊക്കെ കണ്ടിരുന്നു സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ എന്തായാലും നല്ലൊരു ജീവിതത്തിലോട്ട് കടന്നു കയറുന്ന ഈ സമയത്ത് ആദ്യമായിട്ട് ഫസ്മിനയ്ക്ക് വിവാഹ ആശംസകൾ അറിയിച്ച് കൊണ്ട് തന്നെ നമ്മൾക്കിത് തുടങ്ങാം. അപ്പോൾ ഫസ്മിന വന്നിട്ട് ഈ അടുത്തിടെ ഇൻസ്റ്റയിൽ കുറേ വീഡിയോസൊക്കെ ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ വന്നിട്ട് പുള്ളിക്കാരുടെ വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള വസ്ത്രങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങാൻ പോകുന്ന സീൻസൊക്കെ, അതായത് ഫാമിലിയുടെ കൂടെയാണ് പോകുന്നത്, വീട്ടുകാരോട് ഒപ്പം പോകുന്ന ആ സീൻസൊക്കെ വീഡിയോ ഒക്കെ ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ആദ്യം കണ്ടിട്ട് തിരിച്ചു വരാം. കുറേ ഡ്രസ്സ് ഇട്ടേണ്ടി വരുമല്ലോ, അത് ഞാൻ കാണിച്ചു തരാം. ലെറ്റ്സ് ഗോ. ഡാഡി ആൻഡ് മമ്മി അപ്പോൾ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോഴത്തേക്കും മമ്മി എന്തോ കാര്യം പറഞ്ഞ് നോക്കി പഠിപ്പിച്ചെന്ന് എനിക്കറിയില്ല. ഡാഡി ഭയങ്കര കൂളാണ് ഗൈസ്. പുറത്തിറങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒടുക്കത്തെ വെയിലായിരുന്നു. ദിസ് ഇസ് മൈ ഉള്ളി സിസ്റ്റർ. അപ്പോൾ വെയിലാണ് നിൽക്കാൻ കഴിയണമെന്ന് വെച്ചാൽ ഷാളൊക്കെ ഇട്ട് വമ്പൻ ഷോ കാണിച്ചാണ് പോകുന്നത്. ഏതായാലേ നിൽക്കാൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ ചെറിയൊരു നാണ്. അങ്ങനെ ഞങ്ങൾ മഹാറാണി വെഡ്ഡിങ് കളക്ഷൻസിലെത്തി. ഇഷ്ടം പോലെ ഡ്രസ്സ് ഉണ്ടായിരുന്നു അവിടെ. പക്ഷേ ഞങ്ങൾക്ക് ആദ്യം തന്നെ എൻ്റെ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടുകൊണ്ട് അധികം സെലക്ട് ചെയ്യാൻ ടൈം എടുക്കേണ്ടി വന്നില്ല. ഇതല്ലാത്ത ഡ്രസ്സ് വേറെയാണ്. പിന്നെ ഞങ്ങൾ ജ്വല്ലറി സെലക്ട് ചെയ്തു, അത് കഴിഞ്ഞ് ചെരുപ്പ് സെലക്ട് ചെയ്തു. അപ്പോൾ ബ്രൈഡ്സ് ആൻഡ് ഗ്രൂംസ് പേര് എഴുതി. അപ്പോൾ അടിപൊളി സംഭവമാണ് ഫസ്മിന ഈ വാങ്ങിച്ച് കൂട്ടിയത്. എല്ലാവരും കണ്ടല്ലോ അല്ലേ, എന്തൊക്കെ സാധനങ്ങളാണ്. ഡ്രസ്സ്, പിന്നെ ജ്വല്ലറി, അതുപോലെ ഫുട്വെയർ വാങ്ങിച്ച് അങ്ങനെ കൂട്ടുകയാണ്. കാരണം എന്തായാലും വിവാഹം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കാവുന്നതിലേക്ക് വെച്ചിട്ട് ഒരു വിലപ്പെട്ട ഒരു വില മതിക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ്. ഒരിക്കലും ജീവിതത്തിൽ നടക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അപ്പോൾ ആരാണ് വിവാഹം കഴിക്കാൻ പോകുന്നത്, അതിൻ്റെ കാര്യങ്ങൾ അതിലോട്ടൊന്നും ഇപ്പോൾ പോകുന്നില്ല. കാരണം നമ്മളുടെ ടോപ്പിക്ക് വന്നിട്ട് വ്യത്യാസമായിട്ടുള്ള ഒന്നാണ്. ഫസ്മിനയുടെ ജീവിതത്തിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളല്ല ഇവിടെ, അതോ വിവാഹത്തിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നുമല്ല ഞാനിവിടെ ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ അടിപൊളി ഷോപ്പിംഗ് ഒക്കെ എല്ലാവരും കണ്ടു കാണുമല്ലോ. അപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും, ഈ സാധാരണ ഒരു നിലയിൽ കഴിയുന്ന ഫസ്മിനയ്ക്ക് ഇത്രയും വാങ്ങിച്ച് കൂട്ടാനുള്ള ആ ഒരു പണം ലഭിച്ചത് എവിടെ നിന്നാണ്, സംഭവം എന്താണ്? അപ്പോൾ അതും ആദ്യം ആലോചിച്ചപ്പോഴേക്കും പിടി കിട്ടിയില്ല എന്ന് ഉണ്ടെങ്കിലും പിന്നീടുള്ള വീഡിയോസ് കണ്ടപ്പോഴേക്കുമാണ് സംഭവം കത്തിയത്. എന്താണ് ഇതിന് പിന്നിലുള്ള രഹസ്യം എന്നത്. അപ്പോൾ അത് കാണുന്നതിന് മുമ്പ് നമ്മൾക്ക് വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ കൂടെ കണ്ടിട്ട് തിരിച്ചു വരാം. എന്താണെന്ന് വെച്ചാൽ ഷാളൊക്കെ ഇട്ട് വമ്പൻ ഷോ കാണിച്ചാണ് പോകുന്നത്. ഏതായാലേ നിൽക്കാൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ ചെറിയൊരു നാണ്. അങ്ങനെ ഞങ്ങൾ മഹാറാണി വെഡ്ഡിങ് കളക്ഷൻസിലെത്തി. ഇഷ്ടം പോലെ ഡ്രസ്സ് ഉണ്ടായിരുന്നു അവിടെ. പക്ഷേ ഞങ്ങൾക്ക് ആദ്യം തന്നെ എൻ്റെ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടുകൊണ്ട് അധികം സെലക്ട് ചെയ്യാൻ ടൈം എടുക്കേണ്ടി വന്നില്ല. ഇതല്ലാത്ത ഡ്രസ്സ് വേറെയാണ്. പിന്നെ ഞങ്ങൾ ജ്വല്ലറി സെലക്ട് ചെയ്തു, അത് കഴിഞ്ഞ് ചെരുപ്പ് സെലക്ട് ചെയ്തു. അപ്പോൾ ബ്രൈഡ്സ് ആൻഡ് ഗ്രൂംസ് പേര് എഴുതി. അത് കഴിഞ്ഞ് ഇതാണ് ഡ്രസ്സ്. അപ്പോൾ ഡ്രസ്സിന് ഇഷ്ടം പോലെ പൈസ കൊടുത്തുകൊണ്ട് മമ്മി ഒരു ചായയൊക്കെ കുടിച്ച് അവിടെ നിന്ന് ഞങ്ങൾ വീടെത്തി ഗൈസ്. അങ്ങനെ ആകെ ക്ഷീണിച്ച്. അപ്പോൾ ഞാൻ കളിക്കുന്ന ഒരു ഗെയിം ടെസ്റ്റ് നമ്പർ 2 എൻ്റെ നിക്കാഹ് പ്രമാണിച്ച് ഷോക്ക് ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഷോക്ക് ഡ്രസ്സ് എടുക്കുകയെന്ന് വെച്ചാൽ വലിയൊരു ടാസ്ക് അല്ല. ദുനിയാവിൽ ഒരു ഡ്രസ്സ് നോക്ക് പറ്റില്ല, അങ്ങനത്തെ ഇടങ്ങാറാണ് നോക്ക് ഡ്രസ്സ് എടുക്കൽ. ലാസ്റ്റ് ഞാൻ കൈ ഒഴിഞ്ഞു. അവിടെ ഒരു വട്ട സമ്മേളനം കൂടിയിട്ട് പോലും ഒരു ഡ്രസ്സ് സെറ്റ് ചെയ്യില്ല. പിന്നെ ഞങ്ങൾ അർമാൻ്റെ ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചു. അത് ഭയങ്കര സിമ്പിളായിരുന്നു. ഞാനൊരു കുർത്ത അങ്ങ് സെലക്ട് ആക്കി. പിന്നെ ഉമ്മയ്ക്ക് പർദ്ദ എടുക്കാൻ പോയി. അതും ചടപടേന്ന് നടന്നു. പിന്നെ ഇത്താക്ക് ഡ്രസ്സ് എടുക്കാൻ അടുത്ത കടയിൽ പോയി. അവിടെ നിന്നിട്ട് ഓക്ക് ഒന്നും ഇഷ്ടമാകുന്നില്ല. ലാസ്റ്റ് ഓളെ കൊല്ലാനുള്ള ദേഷ്യം വന്നു. പിന്നെ
ഓൾ ഏതെങ്കിലും ഡ്രസ്സ് എടുക്കട്ടെ ഹലാക്കെന്ന് ഞാൻ വിചാരിച്ച്. പിന്നെ ഞങ്ങൾ ലാസ്റ്റ് ഫുഡൊക്കെ കഴിക്കാൻ കയറി. അപ്പോൾ ഞാൻ കളിക്കുന്ന ഒരു ഗെയിം ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ഞാൻ തലേന്ന് പാക്ക് ചെയ്ത പെട്ടിയാണ്. പെട്ടി പാക്ക് ചെയ്ത് തീർക്കാനുള്ള മനസ്സുണ്ടായില്ല, ക്ഷമ ഉണ്ടായില്ല. അത് ഞാൻ രാവിലെ എനിക്ക് പെട്ടി പാക്ക് ചെയ്ത് ഷിവിൽ വെച്ച് ചായ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് ഞാൻ നേരെ വീട്ടിലോട്ട് പോയി. വീടെത്തിയപ്പോഴത്തേക്കും രാത്രിയായി. എറണാകുളത്ത് നിന്ന് തൊടുപുഴ എത്രയായിരുന്നു ഗൈസ്. അത് ഞാൻ കാണുന്ന റുക്സ പഠിക്കുന്ന ദൃശ്യമാണ്. അവളെങ്കിലും പഠിക്കട്ടെ. അപ്പോൾ ഞാൻ വിചാരിച്ച് ചായ വെച്ച് കൊടുക്കാമെന്ന്. കുറേ നാൾക്ക് ശേഷം വീട്ടിൽ വരുന്നതാണ്. അപ്പോൾ ഞാൻ ചായ വെച്ച് കൊടുത്ത്. ഷി വാസ് വെരി ഹാപ്പി. ചായ ഓൾ ദ വേ ഫ്രം കിച്ചൺ ടു ഹർ. അത് കഴിഞ്ഞ് അർമാൻ്റെ ബർത്ത്ഡേ ആണ് ഇന്നലെ. അപ്പോൾ എനിക്ക് ഇന്നലെ എത്താൻ പറ്റത്തോണ്ട് ഇന്ന് അവന് വേണ്ട ടോയ്സ് എല്ലാം വാങ്ങിച്ചു കൊടുത്തു. എന്താ അവൻ്റെ ജാട. അത് ഞാൻ ഓരോന്നോരോന്നായിട്ട് കൊടുത്തു. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുക ഇതെന്താ തീരുന്നില്ല ഫസിയെ, എനിക്ക് കുറേ വാങ്ങിച്ചല്ലോ. ഐ വാസ് വെരി ഹാപ്പി. ഓ ഞാൻ കുറേ നാളായി ടോയ്സ് ഒക്കെ വാങ്ങണം എന്ന് പറയുന്നു. ഓൻ എന്നും എൻ്റെ അടുത്ത് പറയും ഇതൊക്കെ വാങ്ങിച്ചു താന്ന്. ലാസ്റ്റ് ഞാൻ വാങ്ങിച്ചു കൊടുത്തു. വലിയ വില കൊടുക്കേണ്ടി വന്ന് കുറേ ഉമ്മയൊക്കെ കിട്ടി. എന്നാലും നിങ്ങൾ ബില്ല് കാണണം ഗൈസ്. ഇത്രയും ടോയ്സിന് 9,000 രൂപ. എൻ്റെ അമ്മേ. പക്ഷെ പോട്ടോ, എൻ്റെ സന്തോഷമല്ലേ, അതല്ലേ നമുക്ക് വലുത്. അപ്പോൾ ഈ ഇങ്ങനത്തെ പർച്ചേസിങ് വീഡിയോ ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് അതിൻ്റെ ഇടയ്ക്ക് നിന്നും പെട്ടെന്ന് ഇങ്ങനെ പൊട്ടി മുളച്ച് വന്നതുപോലെ ഉള്ള ആ ഒരു കാര്യം കാണാനിടയായത്. എന്താ അത്? എല്ലാവർക്കും അറിയാമല്ലോ ഈ ബെറ്റിംഗ് ആപ്പ്, അതിൻ്റെ ഗാംബ്ലിംഗ്, ഓൺലൈൻ ഗെയിംസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള പ്രൊമോ വീഡിയോ യാദൃശ്ചികമായിട്ടാണ് ഇതിൻ്റെ ഇടയിൽ കാണാൻ ഇടയായത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് കുറേ കാര്യങ്ങൾ സംസാരിക്കാമെന്ന് കരുതി. സാധാരണ നിങ്ങൾക്കറിയാം ഈ യൂട്യൂബേഴ്സായിട്ടുള്ള ഈ ക്രിയേറ്റേഴ്സിനൊക്കെ ഇതുപോലുള്ള ധാരാളം പ്രൊമോ വീഡിയോസിന് വേണ്ടിയിട്ടുള്ള ഓഫേഴ്സൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇതിനു മുമ്പും അതിനെക്കുറിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ ലഭിക്കുന്നത് ലക്ഷക്കണക്കിന് രൂപയൊക്കെയാണ് ഈ ആപ്പുകാരൊക്കെ ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള പലർക്കും ഇതുപോലെയുള്ള ധാരാളം ഓഫേഴ്സൊക്കെ വരാറുണ്ടെങ്കിൽ അധികം ആരും ഇങ്ങനെ ഉള്ള ആപ്പുകളുടെ ഈ പ്രൊമോ വീഡിയോസ് ഒന്നും ചെയ്യാറില്ല. കാരണം ഈ ഗാംബ്ലിംഗ് ആപ്പിലൊക്കെ കുരുങ്ങി ജീവിതം വരെ തകർന്ന് കാശ് മൊത്തം പോയി കിട്ടിയവരുടെ കഥകളാണ് കൂടുതലും കേൾക്കാൻ ഇടം വന്നിട്ടുള്ളത്. ഇതിൽ നിന്നും ചിലപ്പോൾ ചിലർക്കൊക്കെ എന്തെങ്കിലും കുറേയൊക്കെ കാശ് കിട്ടി കാണുമെങ്കിൽ അധികം പേരും വലിയ ചതിക്കുഴികളിൽ ചെന്ന് ചാടിയ സംഭവങ്ങളാണ് ചുറ്റിലും നടന്ന് കേട്ടിട്ടുള്ളത്. അപ്പോൾ എന്തു തന്നെയായാലും ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ്, കാരണം ഏതൊരു വ്യക്തിയും ഇങ്ങനത്തെ ഒരുപാട് ഫോളോവേഴ്സൊക്കെയുള്ള ഇൻഫ്ലുവൻസേഴ്സിൻ്റെ വീഡിയോസിൽ നിന്ന് നോക്കിയാണ് ഇതുപോലെ ഉള്ള കാര്യങ്ങൾ. അപ്പോൾ ഇപ്പം പറയുകയാണെങ്കിൽ ഒരുപാട് കുട്ടികളും ഈ 20 വയസ്സും 25 വയസ്സും പ്രായമുള്ളവരൊക്കെ അപ്പം ജോലിയിൽ കയറിയ ആളുകളൊക്കെ ആയിരിക്കും. അപ്പോൾ അവരൊക്കെ ഇതൊക്കെ കാണുമ്പോഴും എന്താ അവർ ചിന്തിക്കുന്നത്? ആഹാ, ഈ കുട്ടി എന്തൊക്കെ വാങ്ങിച്ച് കൂട്ടുന്ന, ഇതിനുള്ള പണമൊക്കെ കിട്ടിയിരിക്കുന്നത് ഈ ഒരു ഗാംബ്ലിംഗ് ഗെയിമൊക്കെ കളിച്ചിട്ട് ബെറ്റിംഗ് ആപ്പൊക്കെ വഴിയാണല്ലോ, അത് സംഭവം കൊള്ളാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അവർ ചിലപ്പം ഈ ചെറിയ പണികൾക്കൊക്കെ പോയിട്ട് ചെറിയ തുകയും വരുമാനമൊക്കെ ഉള്ളവരായിരിക്കും. എന്തെങ്കിലും ഷോപ്പിലൊക്കെ ജോലിക്ക് പോകുകയോ അല്ലെങ്കിൽ ഫുഡ് ഡെലിവറി പോലെ അങ്ങനത്തെയൊക്കെ സാഹചര്യങ്ങളിൽ വളരെയധികം ഈ സാമ്പത്തികമായിട്ടും ഈ ബുദ്ധിമുട്ടുന്നവരുമൊക്കെ ഇതൊക്കെ കാണുമ്പോഴോ എന്താ വിചാരിക്കുന്നത്, കൊള്ളാമല്ലോ പരിപാടി, ഇതിലൊക്കെ ചെന്ന് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ഒരുപക്ഷെ രക്ഷപ്പെട്ടേക്കും എന്നുള്ളൊരു ധാരണയിലും ഇവർ ഈ സമ്പാദിച്ച കാശൊക്കെ എടുത്തിട്ട് നുള്ളി പറക്കി ഈ ആപ്പിൻ്റെ പിറകെ അങ്ങ് പോകും. അപ്പോൾ ആദ്യമൊക്കെ ഇതിലൊക്കെ പോകുമ്പോഴേക്കും ഇപ്പോൾ 100 ഇട്ടുമ്പോഴേക്കും 200 തിരിച്ച് കിട്ടും. അങ്ങനെയൊക്കെ ആദ്യം ഭയങ്കരമായിട്ടുള്ളൊരു സ്റ്റാർട്ടിങ് ആയിരിക്കും ഇവർ കൊടുക്കുന്നത്. റോക്കറ്റ് പോലെ ആയിരിക്കും തുടക്കത്തിലൊക്കെ പോകുന്നത്. ഒരു സ്റ്റേജ് വരുമ്പോഴേക്കും ഇടുന്ന കാശും പോവും, കയ്യിലിരിക്കുന്നതും തിരിച്ചു ഒന്നും വരത്തില്ല. ആകെപ്പാടി പൊട്ടി തകർന്ന് എല്ലാം കൂടെ അവസാനിക്കുന്ന ഒരു അവസ്ഥയിലോട്ടായിരിക്കും കാര്യങ്ങൾ നീങ്ങുന്നത്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാകാതെ ഇതൊക്കെ കണ്ടിട്ട് ഒരുപാട് പേര് വഞ്ചിതരാകുന്നുണ്ട്. പിന്നെ ഒരു ചോദ്യം പലർക്കും ചോദിക്കാം, എന്തിനാ ഇതിനൊക്കെ കുറിച്ചിട്ട് ഇങ്ങനെയൊക്കെ അവർ ആപ്പ് ചെയ്യട്ടെ, അവർക്ക് കല്യാണ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ധാരാളം പണം വേണം, അപ്പോൾ അതെങ്ങനെ ഈ കാണുന്നവർ കൊണ്ട് കൊടുക്കും, അപ്പോൾ അവർക്ക് പണം ഉണ്ടാക്കാനുള്ള വഴി അവർ നോക്കണ്ടേ. അപ്പോൾ ആവശ്യമില്ലാതെ വേണ്ടാത്ത ആൾക്കാർ എന്തിനാണ് ഇതൊക്കെ നോക്കിയിട്ട് ഇതിൻ്റെ പിറകെ കാശിനും ഇതിനുമൊക്കെ വേണ്ടിയിട്ട് പോയിട്ട് ഈ ചെയ്യുന്നവരെ കുറ്റം പറയേണ്ട കാര്യം എന്താണ് എന്നും ചോദിക്കാം. പക്ഷെ ഒന്നാമത് വന്നിട്ട് ഈ ഇങ്ങനത്തെ ബെറ്റിംഗ് ആപ്പും ഈ ഗെയിമിംഗ് ഓൺലൈൻ ഇതൊക്കെ ഗാംബ്ലിങ്ങും ഒക്കെ അതൊക്കെ ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ഈ സൈബർ സെൽ വഴി ഇതിലൊക്കെ ഈ ഇടപെടുന്നവർക്ക് പലർക്കും തന്നെ അവരവരുടെ ബാങ്ക് അക്കൗണ്ട് വരെ ഇങ്ങനത്തെ ഈ ട്രാൻസാക്ഷനൊക്കെ ചെയ്യുന്നതുകൊണ്ട് അവരുടെ ബാങ്ക് അക്കൗണ്ട് വരെ ഫ്രീസ് ആയതിൻ്റെ തെളിവുകൾ ധാരാളം കാണിക്കാം വേണമെങ്കിൽ. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലിരിക്കുമ്പോഴേക്കും പലരും ഇതിനെക്കുറിച്ചിട്ട് യാതൊരു പിടിയുമില്ലാതെ ആയിരിക്കും ഇതൊക്കെ കണ്ടിട്ട് ഇതിലോട്ട് എടുത്ത് ചാടുന്നത്. പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോഴേക്കും അതിൽ തന്നെ പലതവണയും ഈ വാർണിംഗ് മെസ്സേജസ് ഒക്കെ വരാറുണ്ട്. ഈ ആപ്പുകാർക്ക് ഇതിന് യാതൊരു ഉത്തരവാദിത്വമില്ല, സ്വന്തം റിസ്കിൽ വേണം ഇതൊക്കെ ചെയ്യാനായിട്ട് എന്നൊക്കെ പറയുമെങ്കിലും ഇപ്പോൾ ഈ കാശിനായിട്ട് ബുദ്ധിമുട്ടുന്നവർ ഈ പലിശയ്ക്കും ബ്ലേഡ് പലിശയ്ക്കും ഒക്കെ കടം എടുക്കുന്നതിനേക്കാളും ഭേദമല്ലേ ഇതിൻ്റെ പിറകിലേക്ക് പോകുന്നതെന്നും പലരും ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ഇതിൻ്റെ പിറകിലോട്ട് ഇങ്ങനെ പോകുമ്പോഴേക്കും
ആദ്യമൊന്നും ഈ അതിൽ ഒളിഞ്ഞിരിക്കുന്ന കൊടിയ ആപത്തൊന്നും മനസ്സിലാകില്ല. ഇങ്ങനെ പോകുമ്പോഴായിരിക്കും ഈ കയ്യിലിരിക്കുന്ന കാശും പോയി കിട്ടി ഒന്നുമില്ലാത്തൊരവസ്ഥയിലോട്ട് വരുമ്പോൾ പിന്നെ മുമ്പോട്ട് എങ്ങനെയാ എന്ന് പകച്ച് നിൽക്കുന്നതും അവസാനം ഒരുപാട് പേര് ഇതിലൊക്കെ കാശൊക്കെ നഷ്ടപ്പെട്ടിട്ട് ആത്മഹത്യയുടെ സ്ഥിതി വരെ പോയവരെ ധാരാളം പേരെ അറിയാം. അപ്പോൾ ഇങ്ങനത്തെ പ്രൊമോ വീഡിയോസ് സാധാരണ ഈ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ളവർ കഴിയുന്ന രീതിയിൽ അതിനെ ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം, ഈ പർട്ടിക്കുലർ ആയിട്ട് ഈ ഫസ്മിനെക്കുറിച്ച് മാത്രമല്ല വേറെയും ധാരാളം പേരും ഇതിനെക്കുറിച്ചിട്ട് കുറച്ച് പേര്, ധാരാളം പേരെന്ന് പറയാൻ പറ്റില്ല, മെജോറിറ്റി ആയിട്ടുള്ള യൂട്യൂബേഴ്സ് ഇതൊന്നും ചെയ്യാറില്ലെങ്കിലും കുറേ പേര് ഇങ്ങനത്തെ പ്രൊമോ ഇതൊക്കെ ഓൺലൈൻ ബെറ്റിംഗ് ആപ്സിൻ്റെയൊക്കെ പ്രൊമോ വീഡിയോസൊക്കെ ചെയ്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഇതിന് എതിരാണ് സ്ട്രോങ് ആയിട്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു സോഷ്യൽ അവയർനെസ്സിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അതല്ലാതെ ഈ പ്രൊമോ ചെയ്യുന്നവർക്ക് അത് അവരുടെ ഇഷ്ടം അവർ ചെയ്യുക. പിന്നെ ഇതിൽ പോയി കുരുങ്ങുന്നവർക്ക് വേണ്ടിയിട്ടൊരു വാർണിംഗ് ആയിട്ട് ഒരു മുന്നറിയിപ്പിന് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം ഇവിടെ എനിക്കറിയാവുന്നത് ഈ വീട്ട് പണിക്കൊക്കെ പോകുന്ന ആ ലെവലിലുള്ള ആളുകൾ വരേക്കും ഇന്ന് അവർക്ക് പോലും സുപരിചിതമാണ് ഈ ഒരു കാര്യം. അടുത്തിടെ 1-2 വ്യക്തികൾ ഇതുപോലെയുള്ളവരോട് സംസാരിച്ചപ്പോഴാണ് അവർ അറിയാൻ കഴിഞ്ഞത് ഇന്നും വളരെ തുച്ഛമായിട്ടുള്ള ഡെയിലി വേജസിനൊക്കെ പോകുന്ന പാവങ്ങളാണ് ഇവരൊക്കെ. അവരൊക്കെ ഈ കിട്ടിയ കാശുമൊക്കെ കൊണ്ട് മൊത്തത്തിലിട്ടിട്ട് ആ കാശും പോയി കിട്ടി ഒന്നുമില്ലാത്തൊരവസ്ഥയിലോട്ട് വന്നു. പിന്നെ ഒന്നേന്ന് ഒരു ജോലിയിൽ നിന്ന് എല്ലാം പടർത്തുയർത്തി കൊണ്ടുവരേണ്ട ഒരു സ്ഥിതിയിലാണ്. ഇനി ജീവിതത്തിൽ ഇതിലൊന്നും പോയി ഒരിക്കലും ചാടില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്ന ഒരുപാട് പേരെ നേരിട്ട് തന്നെ അറിയാം. അപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അല്ലാതെ ഈ നല്ല ഒരു അവസരത്തിൽ ഫസ്മിനയുടെ നിക്കാഹയ്ക്ക് കഴിയാൻ പോകുന്ന ഒരു സാഹചര്യത്തിൽ അത് നല്ല രീതിയിൽ നടക്കട്ടെ, പുള്ളിക്കാരിക്ക് നല്ലൊരു ജീവിതം തന്നെ കിട്ടട്ടെ തീർച്ചയായിട്ടും. അപ്പോൾ പക്ഷേ ഇതിലൊക്കെ പോയി ചാടുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഇതൊന്നും ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ നിങ്ങളിൽ പലർക്കും ഇതുപോലെയുള്ള ഇങ്ങനത്തെ ആപ്പുകളിലൊക്കെ പോയി കുരുങ്ങുകയും പ്രശ്നം വരികയും ഒക്കെ ചെയ്യുന്നവർ ധാരാളം ഉണ്ടാവും. അപ്പം അങ്ങനെ അനുഭവമുള്ളവർ തീർച്ചയായിട്ടും നിങ്ങളുടെ അനുഭവങ്ങൾ കമൻസ് വഴി ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് എന്ത് തോന്നുന്നു എന്നുള്ളത് മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കാരണം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഈ പോളിസി അനുസരിച്ചിട്ട് ഇത് നടത്തുന്നവർ മാത്രമല്ല ഇതിൽ പോയിട്ട് പങ്കെടുക്കുന്നവർ കുറ്റവാളികളാണ് എന്നുള്ള രീതിയിലാണ് RBIയുടെ ഗൈഡ് ലൈൻസിലൊക്കെ ഇതിനെക്കുറിച്ചിട്ട് പറയുന്നത്. എന്തായാലും അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. അടുത്ത ഒരു പുതിയ വീഡിയോയുമായിട്ട് ഇതുപോലുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുമായിട്ട് ഇനിയും കാണാം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.